നയനയാണ് വല്യമ്മയ്ക്ക് പാല് കാച്ചി കുടിപ്പിച്ചത്, എന്നിട്ട് ഈ അവസ്ഥയിലാക്കിയത്. അതിനവൾക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം വല്യമ്മ. ഇല്ലെങ്കിൽ ഇവളിത് വീണ്ടും ആവർത്തിക്കും. പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. പിന്നെ അവര് വന്ന് നയനയെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിക്കോളും എന്നൊക്കെ അനാമിക ദേവയാനിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതെ ദേവേശി, നയനയെ പോലീസിന് പിടിച്ചു കൊടുത്തേ പറ്റൂ. അവള് കുറച്ചു കാലം അകത്ത് കിടക്കട്ടേന്ന്. ഇല്ലെങ്കിൽ എൻ്റെ മകൾ അനാമികയ്ക്കും ഈ വീട്ടിലുള്ളവർക്കും എന്ത് ധൈര്യത്തിലാ ഇവിടെ ജീവിക്കുന്നേ. അവൾ എന്താ കലക്കി കൊടുക്കാന്ന് പറയാൻ പോലും പറ്റില്ല. സ്വന്തം അമ്മായിയമ്മയെ കൊല്ലാൻ നോക്കിയവളല്ലേ എന്ന് പറയുന്നുണ്ട് രേവതി. നയനയാണിത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു രേവതി. ഇനി ഉടനെ പോലീസിനെ അറിയിച്ചേ പറ്റൂ. അതിനു മുമ്പ് ഞാൻ ഇക്കാര്യം ജയേട്ടനോടും ആദർശിനോടും ഒന്ന് സൂചിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ പോവുകയാമ്മേ. നയനയുടെ കാര്യത്തില് ഇന്നത്തോടെ ഒരു തീരുമാനമാവും. അവളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണം. ആ കാഴ്ച കണ്ട് മനസ്സ് നിറഞ്ഞ് ഞാനൊന്ന് സന്തോഷിക്കട്ടെ എന്ന് അനാമിക പറയുമ്പോൾ, അതെ മോളെ, ഇതേപോലെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ച വേറെ ഉണ്ടാവില്ല. ഞാനേ നിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞ് ഇവിടേക്ക് വരാൻ പറയാം. വേണുവേട്ടനും ഇതറിയുമ്പോൾ ഒരുപാട് സന്തോഷാവും എന്ന് പറഞ്ഞ് രേവതി വേണുവിനെ കോൾ ചെയ്യുന്നുണ്ട്. സത്യാണോ രേവതി നീ പറയുന്നത്? ഈ ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നത്? നയനെ അറസ്റ്റിലാകുന്നതോടെ അനന്തപുരിയിലെ ഇനിയുള്ള മഹാറാണി നമ്മുടെ അനാമിക മോള് തന്നെയായിരിക്കും. അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അനാമികയായിരിക്കും ഇനി സ്നേഹിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് വേണു. ഞാൻ സ്വപ്നം കണ്ട ജീവിതം എനിക്ക് കിട്ടാൻ പോവാമ്മേ. ഇവിടുത്തെ എല്ലാ അധികാരവും ഇനി എനിക്ക് തന്നെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. പിന്നീട് ദേവയാനി പോലീസിനെ അറിയിച്ച് നയനക്കെതിരെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയാണ്. എൻ്റെ കരള് പോവാൻ കാരണക്കാരി എൻ്റെ മരുമകള് തന്നെയാണ്. അന്ന് രാത്രി എനിക്ക് പാല് കാച്ചി വെച്ചത് ഈ നയനയാണ്. അതുകൊണ്ട് ഇവൾ അറസ്റ്റ് ചെയ്തേ പറ്റൂ. എന്നിട്ട് ചോദ്യം ചെയ്യ് എന്ന് ദേവയാനി പറയുമ്പോൾ പോലീസുകാർ വന്ന് നയനെ വിലങ്ങ് വയ്ക്കുവാണ്. ദേവയാനി, നീ ചെയ്യുന്നത് കൊടും പാപമാണ്. നയനമോളല്ല നിന്നോട് ഈ ക്രൂരത കാട്ടിയത്. അതൊക്കെ നമുക്ക് പതിയെ കണ്ടുപിടിക്കാൻ ദേവയാനി. നീ ആദ്യം നയനക്കെതിരെയുള്ള ഈ കേസ് അങ്ങ് ക്യാൻസൽ ചെയ്യ് എന്ന് ജയേട്ടൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല ജയേട്ടാ, ഇക്കാര്യത്തിൽ എനിക്കാരുടെ അഭിപ്രായം കേൾക്കണ്ട. ആശുപത്രിയിൽ കിടന്ന് അത്രയും അനുഭവിച്ചത് ഈ ഞാൻ തന്നെയല്ലേ. അതുകൊണ്ട് എന്നെ ഇങ്ങനെ കിടത്തിയവളെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് ദേവയാനി. മുത്തശ്ശൻ വന്ന്, ദേവയാനി, നയനമോളെ കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല. മോളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല ദേവയാനി. ഈ കുടുംബത്തുള്ളവർക്ക് വേണ്ടി ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറായവളാ എൻ്റെ നയനമോള്. അങ്ങനെയുള്ള മോളെ നീ പോലീസിൽ ഏൽപ്പിച്ച അതോടെ നിന്റെ വീട്ടിലെ സ്ഥാനം അവസാനിച്ചിരിക്കും ദേവയാനി. ഇവിടുത്തെ മൂത്ത മരുമകളായി ഞങ്ങളൊക്കെ നിന്നെ കാണുന്നതാ. നയനെ അറസ്റ്റ് ചെയ്യുന്നതോടെ ഈ വീട്ടിൽ നിനക്ക് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. ഈ പടിക്ക് പുറത്തായിരിക്കും പിന്നെ നിന്റെ സ്ഥാനം എന്നു പറഞ്ഞ് മുത്തശ്ശൻ ദേവയാനിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. മരണക്കിടക്കയിൽ നിന്നും തിരിച്ചു വന്നവളാ ഈ ദേവയാനി. അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ ഇത്രയും നാള് അനുസരിച്ചിട്ടേയുള്ളൂ. പക്ഷെ ഇക്കാര്യത്തിൽ ഒരു ദയയും എന്നിൽ നിന്നും ആരും പ്രതീക്ഷിക്കണ്ട. നയനെ അറസ്റ്റ് ചെയ്യണം. അവള് നിരപരാധിയാണെങ്കിലേ അതവള് കോടതിയിൽ തെളിയിക്കട്ടെ എന്നു പറഞ്ഞ ദേവയാനി അവളെ അറസ്റ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, വല്യമ്മ പറഞ്ഞതാണ് കറക്റ്റ്. സ്റ്റേഷനിൽ കൊണ്ടുപോയി 4 അടി കിട്ടുമ്പോൾ ഇവള് തത്ത പറയുന്നത് പോലെ എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചോളും. എന്തൊക്കെയായിരുന്നു ചേച്ചിയുടെയും അനിയത്തിയുടെയും ഒക്കെ പ്രകടനം. അവസാനം അതൊക്കെ തീരാൻ പോവല്ലേ. എനിക്കത് മതി വല്യമ്മേ എന്ന് പറഞ്ഞ് അനാമിക പൊട്ട് ചിരിക്കുവാണ്. അപ്പോഴേക്കും വേണു വന്ന് നയനെ വിലങ്ങ് വച്ചിരിക്കുന്നത് കണ്ട് സന്തോഷിച്ച് നിൽക്കുവാണ്. കണ്ടില്ലേ വേണുവേട്ടാ, നമ്മൾ കാണാൻ ആഗ്രഹിച്ചതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇനി നമ്മുടെ മോൾക്ക് ശല്യമായിട്ട് ഇവൾ ഈ വീട്ടിലുണ്ടാവില്ല എന്നൊക്കെ രേവതി വേണുവിനോട് പറയുന്നുണ്ട്. എൻ്റെ അനിയത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കും പരാതിയുണ്ട്. അത് ഈ നിൽക്കുന്ന അനാമികയ്ക്കും അവളുടെ കുടുംബത്തിനും എതിരെയാണ്. ഇവളെ കൊണ്ടുപോയി ആദ്യം ചോദ്യം ചെയ്യ്, എന്നിട്ട് മതി എൻ്റെ അനിയത്തെ ചോദ്യം ചെയ്യുന്നേ എന്നൊക്കെ നവ്യ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ, പാല് കുടിച്ച് കരള് പോയത് എൻ്റെയല്ലേ, അപ്പോൾ പരാതി കൊടുക്കേണ്ടതും ഈ ഞാൻ തന്നെയാണ്, അല്ലാതെ നീയല്ല നവ്യ. അനിയത്തെ രക്ഷിക്കാൻ വേണ്ടി ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് അനാമികയെ പ്രതിയാക്കണ്ട. പിന്നെ നിന്നെയും പിടിച്ച് അകത്തിടേണ്ടതാണ്. വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞാനിപ്പോൾ വെറുതെ വിടുന്നത്. ഈ കേസിൽ നിനക്കും പങ്കുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് ദേവയാനി പറഞ്ഞത് കേട്ട് ജയേട്ടൻ വന്ന്
ദേവയാനിയുടെ മുഖത്ത് തന്നെ ഒന്ന് കൊടുക്കുവാണ്. നീ പരിധി കഴിഞ്ഞു ദേവയാനി. ക്ഷമിച്ചു നിൽക്കുമ്പോ നീ തലയിൽ കയറുന്നോ? നിന്റെ ഭർത്താവാ പറയുന്നേ. നയനമോളുടെ പേരില് നീ കൊടുത്ത കേസ് പിൻവലിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ ദേവയാനി, നയനമോള് ഈ പടി കടന്നു പോകുമ്പോ അതിന് തൊട്ടു പിന്നാലെ നിന്നെ ഇറക്കി വിടുന്നത് ഭർത്താവായ ഈ ഞാനായിരിക്കും എന്ന് പറഞ്ഞ് ചെയ്യേട്ടൻ ചൂടാവുകയാണ്. ഇല്ല ചെയ്യേട്ടാ, ഇവൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ തല്ലിയല്ലേ, ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും ഈ പരാതി ഞാൻ ഒരിക്കലും പിൻവലിക്കില്ല. നിങ്ങൾ നയനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ദേവയാനി പറഞ്ഞത് കേട്ട് പോലീസുകാര് നയനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകാൻ നോക്കുവാണ്. ആ സമയം ആദർശ് അവിടേക്ക് കയറി വരുന്നുണ്ട്. എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ വരട്ടെ. എന്തടിസ്ഥാനത്തിലാ നിങ്ങൾ ഇവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നേ? ഇവൾക്കെതിരെ എന്ത് തെളിവാ ഉള്ളത് എന്ന് ആദർശ് പോലീസിനോട് ചോദിക്കുന്നുണ്ട്. എടാ, തെളിവുകളൊക്കെ പോലീസുകാർ കണ്ടുപിടിച്ചോളും. ഇവള് തന്നെയാ എന്നെ പാല് കുടിപ്പിച്ച് കിടത്തിയത് എന്ന് പറയുന്നുണ്ട് ദേവയാനി. അല്ലമ്മേ, ഈ ചെയ്തത് അനാമികയാണ്. അതിന് കൂട്ടുനിന്നത് അവളുടെ അച്ഛൻ വേണുവും ഈ നിൽക്കുന്ന അമ്മ രേവതിയുമാണ്. അവരെയാണ് അറസ്റ്റ് ചെയ്യാൻ പറയേണ്ടത്. അല്ലാതെ ഒന്നും അറിയാത്ത എന്റെ പാവം നയനയല്ല അവളെ വെറുതെ വിടാൻ പറയൂ എന്ന് ആദർശ് പറയുന്നുണ്ട്. അയ്യോ എന്റെ വല്യമ്മേ, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ആദർശേട്ടൻ വന്ന് പറയുന്നത്. വല്യമ്മയെ സ്വന്തം അമ്മയേക്കാൾ സ്നേഹിക്കുന്നവളായി ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഈ തെറ്റ് ചെയ്യൂ എന്ന് വല്യമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നതായി ഭാവിക്കുകയാണ് അനാമിക. ഇല്ല മോളെ, എൻ്റെ മോൻ പറഞ്ഞാലും ഞാൻ ഇത് വിശ്വസിക്കില്ല. കാരണം എനിക്ക് അത്രത്തോളം വിശ്വാസമാണ് എൻ്റെ അനാമിക മോളെ എന്ന് പറഞ്ഞ ദേവയാനി അനാമികയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോഴല്ലേ അമ്മയ്ക്ക് വിശ്വാസമില്ലാത്തത്? ഈ തെളിവുകൾ കണ്ടിട്ട് അമ്മ പറ, അനാമികയാണോ അതോ നയനയാണോ തെറ്റ് ചെയ്തതെന്ന്. എൻ്റെ ഫ്രണ്ട് സൈബർ സെല്ലിലാണ്. ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അനാമികയുടെ വോയിസ് റെക്കോർഡാണ്. അമ്മയെ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ, അന്ന് രാത്രി അനാമികയും അവളുടെ അച്ഛൻ വേണുവും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരും ഒന്ന് കേട്ടു നോക്ക് എന്ന് പറഞ്ഞ ആദർശ് ആ ഓഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. എന്താ രേവതി, ഞാൻ തന്ന പൊടി നവ്യക്ക് പാലിൽ കലർത്തി കൊടുത്തോ എന്ന് വേണു ചോദിക്കുമ്പോൾ അനാമിക മോള് പൊടി കലർത്തി ആ പാല് കുടിച്ചത് നവ്യ ആയിരുന്നില്ല, ദേവേശി ആയിരുന്നു. നമ്മൾ മെനക്കെട്ടതൊക്കെ വെറുതെ ആയി എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ വോയിസ് കേട്ട് ദേവയാനി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ദേവയാനി ഉടൻ ചാടി എഴുന്നേറ്റ് രേവതിയുടെ ചെകിടത്ത് തന്നെ അടിച്ചു പൊട്ടിക്കുവാണ്. ഇതിനാണോടി രാക്ഷസി നീ ഈ വീട്ടിൽ കടന്നുകൂടിയത്? എന്നെ കൊല്ലാൻ നോക്കിയത് നീയും നിന്റെ മോളും ഒക്കെ ആയിരുന്നല്ലേ? എന്നിട്ട് എന്റെ മുന്നിൽ നല്ലവളായി അഭിനയിക്കുന്നോ? നീയും അനാമികയും കാരണം ശരീരം തളർന്ന് കിടന്നത് ഈ ഞാനാണ്. അത് ദേവേശി, ഞങ്ങളിത് നവ്യക്ക് വേണ്ടി ചെയ്തതാ, അല്ലാതെ ദേവേശിയെ തളർത്താൻ വേണ്ടിയൊന്നുമല്ല എന്ന് രേവതി പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. മതി നിർത്ത്, നിന്റെയും നിന്റെ മോളുടെ ഒക്കെ നാടകം. ആദർശ് തെളിവുകൾ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മരുമകളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചേനെ. എടി, നിനക്കും നിന്റെ അമ്മയ്ക്കും സപ്പോർട്ട് ചെയ്ത് ഈ വീട്ടുകാരുടെ വെറുപ്പ് സമ്പാദിച്ചവളാ ഈ ദേവയാനി. എൻ്റെ മൊത്തം സമ്പാദ്യവും അനാമികയുടെ പേരിൽ എഴുതി തരാനിരുന്നതാ ഞാൻ. അതിനു വേണ്ടിയല്ലേ നീ എന്നെ നോക്കുന്നതായൊക്കെ അഭിനയിച്ചത്? എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നുണ്ടടി. ഈ നിൽക്കുന്ന രണ്ടെണ്ണത്തിനെയും ഉടനെ അറസ്റ്റ് ചെയ്യണം. എൻ്റെ മരുമകൾ നയന നിരപരാധിയാണ്. എനിക്ക് അവൾക്കെതിരെ ഒരു പരാതിയുമില്ല. പകരം ഇവരെ 3 പേരെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് ദേവയാനി പോലീസുകാരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കൊലപാതക ശ്രമമാണ് ഈ അനാമികയും കുടുംബവും ചെയ്തിരിക്കുന്നത്. എന്നാലും ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എൻ്റെ കൊച്ചുമകന് പെണ്ണ് കിട്ടേണ്ടി വന്നല്ലോ. നയനയുടെ അനിയത്തി നന്ദുവിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുകയാണ് മുത്തശ്ശൻ. അനാമികയും രേവതിയൊക്കെ കുറച്ചുകാലം ജയിലിൽ കിടക്കട്ടെ. എൻ്റെ മകളുടെ കണ്ണീര് കാണാൻ ആഗ്രഹിച്ചവരല്ലേ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ പോലീസുകാര് അനാമികയെ വിലങ്ങ് വെച്ച് അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് രേവതിയെയും വേണുവിനെയും പോലീസുകാര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്.